നമസ്കാരം. ഓട്ടപ്രശ്നത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിലെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി, അതായത് കേരളത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി BJP രാഷ്ട്രീയ ചർച്ച ആ പാർട്ടിയിലേക്ക് ആകർഷിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയണം. കാരണം നിരവധി പ്രമുഖരായ സ്ഥാനാർത്ഥികളെ ഒന്നാം ഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, അതുപോലെ തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി, ആറ്റിങ്ങലിൽ മുരളീധരൻ, കേന്ദ്രമന്ത്രി മുരളീധരൻ, പാലക്കാട് ശ്രീകൃഷ്ണദാസ്, ഇങ്ങനെ ഒരു പിടി സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ BJP പ്രഖ്യാപിച്ചിരുന്നു. 4 സ്ഥാനാർത്ഥികൾ BJP മത്സരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള 16 സീറ്റുകളിൽ 4 എണ്ണം പ്രഖ്യാപിക്കാനുണ്ടായിരുന്നു. എന്നാൽ അതും കൂടി കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം എന്ന് പറയുന്നത് കെ സുരേന്ദ്രൻ്റെ വയനാട്ട് സീറ്റിൽ പ്രഖ്യാപിച്ചതാണ്. തീർച്ചയായും BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്തേക്കില്ല, മത്സര രംഗത്തേക്കില്ല എന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന ചുമതല വഹിക്കുന്നയാളായി തെരഞ്ഞെടുപ്പിൻ്റെ മേൽനോട്ടം നടത്തുകയാണ് തൻ്റെ ധർമ്മമെന്നുമാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ രണ്ടാം ഘട്ട ലിസ്റ്റ് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരുണ്ട്. അദ്ദേഹം മത്സരിക്കുന്നത് വയനാട്ടിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെയാണ്. എന്തായാലും കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വലിയ ഭൂരിപക്ഷത്തിൽ വയനാട്ടിൽ നിന്ന് മത്സരിച്ചയാളാണ്. ഏതാണ്ട് 65% പോൾ ചെയ്യപ്പെട്ട വോട്ടിൻ്റെ 65% പോയത് രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ്. തൊട്ടടുത്ത CPIയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് വെറും 25% വോട്ട് മാത്രമാണ്. BJPയുടെ വോട്ട് ഷെയർ കഴിഞ്ഞ തവണ, അതായത് NDA സ്ഥാനാർത്ഥി BDJSൻ്റെ തുഷാർ വെള്ളാപ്പള്ളിയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചത്. അദ്ദേഹത്തിന് 7.2% വോട്ടാണ് കഴിഞ്ഞ തവണ ലഭിച്ചത്. ഇതാണ് ഒരു ചിത്രം. പക്ഷേ ഈ ചിത്രം തന്നെ ആവർത്തിക്കണമെന്നില്ല ഇത്തവണ എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അതായത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് BJPയുടെ കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കർ തന്നെ പറഞ്ഞത് ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെ വയനാട്ടിൽ വരും എന്നാണ്. ഏതെങ്കിലുമൊക്കെ കേന്ദ്ര നേതാക്കളെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ സംസ്ഥാന അധ്യക്ഷനെ തന്നെ വയനാട്ടിൽ നിയോഗിച്ചുകൊണ്ട് BJP ശക്തമായ ഒരു രാഷ്ട്രീയ സന്ദേശം തന്നെയാണ് കോൺഗ്രസിന് നേരെ നൽകുന്നത്. രാഹുൽ ഗാന്ധിയെ അങ്ങനെ ഈസി വോക്ക് ഓവറിന് വിടാൻ തയ്യാറല്ല എന്ന് BJP പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുതന്നെയാണ് ഈ കഴിഞ്ഞ 2 ദിവസമായി ഉള്ള, അതായത് ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്ന് വരെയുള്ള വാർത്തകളുടെ വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് ഈസി വോക്ക് ഓവർ ആവില്ല എന്ന് സുരേന്ദ്രൻ തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, വയനാട് മണ്ഡലം ഇത്തവണ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിട്ടുള്ള സീറ്റാണ്. ഏതായാലും 3-ാം സീറ്റ് തങ്ങൾക്ക് വേണമെന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കരുത്, ആ സീറ്റ് തങ്ങൾക്ക് വേണം എന്ന ഒരു വാശിയിലായിരുന്നു മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിനെ പിന്നീട് പല ചർച്ചകൾക്കും ശേഷം, പിന്നീട് പല വാഗ്ദാനങ്ങളും ഒക്കെ നടത്തിയതിനു ശേഷമാണ് ആ ഒരു ആവശ്യത്തിൽ നിന്നും പിന്തിരിപ്പിച്ചത്. രാഹുൽ ഗാന്ധിയെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയും രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാര്യം, ബഹുജനങ്ങളുടെ ഇടയിൽ, അതായത് പ്രത്യേകിച്ചും വയനാട്ടിൽ ചില വനവാസി മേഖലകളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വനവാസി ഗോത്ര വിഭാഗക്കാരുടെ ഇടയിൽ BJP വലിയ രാഷ്ട്രീയ മുന്നേറ്റം നടത്തുന്ന സമയമാണ്. ഇന്ത്യയൊട്ടുക്കും അത്തരത്തിലുള്ള രാഷ്ട്രീയ മുന്നേറ്റം ഇപ്പോഴുണ്ട്. അത് വയനാട്ടിലും പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഏത് മണ്ഡലത്തിലായാലും വോട്ട് വർധനവിൻ്റെ രാജാവാണ്. അദ്ദേഹം പരമാവധി വോട്ടുകൾ സമാഹരിക്കാൻ കഴിവുള്ള ഒരു ക്രൗഡ് പുള്ളറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇറക്കുന്നതോടുകൂടി രാഹുൽ ഗാന്ധിക്ക് തീർച്ചയായും കഴിഞ്ഞ തവണത്തെ ഒരു ഈസി വാക്ക് ഓവർ ലഭിക്കില്ല എന്ന സൂചന തന്നെയാണ്. ഇതുവരെയും രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വയനാട് സീറ്റ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ തന്നെ മറ്റ് ചില മതവർഗീയ സംഘടനകളുടെയും ഒക്കെ പിൻബലത്തോടുകൂടി അവിടെ നിന്നും വിജയിച്ചു വരാം. ഒരുപക്ഷെ CPIM പോലും കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാകും എന്ന ഒരു സൂചനയാണ് ഇപ്പോൾ കണക്കുകളിൽ നിന്ന്, കഴിഞ്ഞ തവണത്തെ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് ലഭിക്കുക. CPIയുടെ സ്ഥാനാർത്ഥിയാണ് അവിടെ സ്വാഭാവികമായി മത്സരിച്ചത്. പക്ഷേ ഈ ഘടകങ്ങൾക്കെല്ലാം അപ്പുറം മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തുമ്പോൾ അദ്ദേഹം അമേഠിയിൽ നിന്ന് വന്നതാണ് എങ്കിൽ കൂടി വയനാട്ടിൽ മത്സരിക്കാൻ എത്തുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ തവണ വയനാട്ടിൽ അമേഠിയിൽ മത്സരിച്ച് വിജയിച്ച MP-യാണ്. വയനാട്ടിൽ മത്സരിക്കാനെത്തുമ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് ഉയർത്തിക്കാട്ടിയാണ് മത്സരിച്ചത്. അതുമാത്രമല്ല,
2019 തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെടുകയും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുകയും ചെയ്യുമെന്നൊരു വലിയ പ്രചരണം കേരളത്തിലുണ്ടായിരുന്നു. ഈ പ്രചരണങ്ങളൊക്കെയാണ് ഈ വലിയ രീതിയിൽ വയനാട്ടിലെ വോട്ടർമാരെ സ്വാധീനിച്ചത്. പക്ഷേ ഇപ്പോൾ സ്ഥിതി അതല്ല. രാഹുൽ ഗാന്ധിയുടെ ഇമേജ് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ കുത്തനെ താഴേക്ക് പോയിരിക്കുന്നു. വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം ഒരു ഘട്ടത്തിൽ അയോഗ്യനാക്കപ്പെട്ട സംഭവമുണ്ടായി. അമേഠിയിൽ പരാജയപ്പെട്ട ഒരു ഘടകം അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന് ആരും തന്നെ വിശ്വസിക്കുന്നില്ല. ഒരു MP ആയാൽ തന്നെ ഭാഗ്യം എന്നാണ് വിശ്വസിക്കുന്നത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും. അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ കണക്കുകൾ 65, 25, 7 എന്നുള്ള കണക്കുകളൊന്നും ഇപ്പോൾ പ്രസക്തമല്ല. ഇപ്പോൾ പുതിയ കണക്കുകളാണ്. പഴയത് രാഹുൽ ഗാന്ധി മാത്രമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.